തന്നെ അവാർഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വീകരണം കൊടുക്കുക. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് നാടില്ലാത്തതുകൊണ്ടൊരു പ്രശ്നമുണ്ടല്ലോ. നാടില്ലായ്മ ആണ് അലച്ചിലിൻ്റെ ഒരു റീസൺ. ഇപ്പം നീ അത് ചോദിച്ചപ്പോൾ എനിക്കത് അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നു. അടിച്ചമർത്തപ്പെട്ട ഒരു സെൻഷ്വാലിറ്റി, ലൈംഗികത മാത്രമല്ല, പക്ഷെ ലൈംഗികതയിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാലം കുറച്ചുകൂടെ ലിബറലായിട്ടുണ്ടെന്ന് എനിക്കത് കുറച്ചുകൂടെ. അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവാം, സംശയമൊന്നുമില്ല. ആശാൻ്റെ കൃതികളിൽ സ്പർശം വളരെ ഡെലിക്കേറ്റായ ഒരു സാധനമാണ്. തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ വിശുദ്ധമായ ഒരു അകലത്തിൽ നിന്നിട്ടുള്ള ബന്ധമാണ് അത്. ലാസ്റ്റിൽ അവർ മരിച്ചിട്ട് ഇദ്ദേഹത്തോട്ട് വീടുക ചെയ്യുന്നത്. കാന്ത വിജി അതിൽ വിജി പോലെ സംക്രാന്ത ഹസ്തമുടൽ ചേർന്ന് തങ്ങളിൽ നിന്നിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലെയാണ് മരണം നടക്കുന്നത്. അനന്തശയനത്തെക്കുറിച്ചൊരു തമാശ കവിതയുണ്ട് എൻ്റെ. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും തണ്ടൽ വേദനിക്കില്ലെന്ന് ചോദിക്കുന്നൊരു കവിതയുണ്ട്. അതാതീതമായ വലിയ ഒരു ആത്മീയതയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ നടുക്ക് അതിൻ്റെ ചോര വീടൊരു സ്ഥലത്താണ് നിൽക്കുന്നുള്ളൊരു ബോധം ഡൽഹി നമ്മളിങ്ങനെ വിറപ്പിക്കുകയാണ്. ഉത്തേജിപ്പിക്കുക എന്നുള്ള വാക്കൊന്നുമില്ല, നമ്മളെ വിറപ്പിക്കുക. നമസ്കാരം. അൻവർ അലിയുടെ കവിതകളിലെ സ്ഥല കാലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൻവർക്കയുടെ കവിതകൾ വായിക്കുമ്പോഴൊക്കെ ആദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് അലയുന്ന ഒരാളുടെ കവിതയാണെന്നുള്ള. അൻവർക്കയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ആടി ആടി അലഞ്ഞ മരങ്ങളെ എന്നുള്ള. മരങ്ങൾ പോലും അലയുന്ന ഒരു കവിത, ഒരു അലച്ചിലുകാരൻ്റെ നട്ടപ്ര വെയിലത്തൂടെ അലഞ്ഞു തിരിയുന്ന ഒരാളുടെ കവിതയായിട്ടാണ് അൻവർക്കയുടെ കവിത ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ പതിയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദേശങ്ങൾ, ഇടങ്ങൾ കടന്നു വരുന്നൊരു കവിത കൂടിയാണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു പാൻ ഇന്ത്യൻ കവി എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിൽ കവിതയുടെ ഉള്ളിൽ ഇടങ്ങളുള്ള ഒരുപാട് തരത്തിലുള്ള ആളുകളും മനുഷ്യരും അവരുടെ ജീവിതങ്ങളുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഈ കവിതയുടെ അകത്തുള്ള ചില ഇടങ്ങളെക്കുറിച്ച് ആണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത്. അപ്പോൾ ആദ്യം ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ അടുപ്പം ഒരു പക്ഷേ ഉണ്ടാവുക അവൻ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യത്തോട് തന്നെ ആയിരിക്കാം. അടുപ്പമോ അകൽച്ചയോ. ഇപ്പോൾ അൻവർക്കയുടെ തന്നെ കവിതകൾ എടുത്തു നോക്കുമ്പോൾ ഈ അടുത്ത് വന്ന ഉമ്മ എന്ന് പറഞ്ഞ കവിതയിൽ ഇപ്പോൾ കാണുന്നൊരു പരിസരം, വീടിൻ്റെ ഒരു പരിസരം, ആ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു പരിസരം ഒക്കെ അതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. അവിടെയുള്ള മനുഷ്യരും അവരുടെ ജീവിത മാർഗവും ഒക്കെ. അപ്പോൾ ഈ നിലക്ക് സ്വന്തം നാട് കവിതയിലേക്ക്, ജനിച്ചു വളർന്ന നാട് കവിതയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നത്? അതിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ അലഞ്ഞു നടപ്പാണ് ആദ്യം ഫീൽ ചെയ്യുന്നത്. അതൊരു സത്യമാണ്. എനിക്കും അലഞ്ഞു നടപ്പാണ്. എൻ്റെ കവിതയെക്കുറിച്ച് സ്വയം ഞാൻ ആലോചിക്കാണ്ടിരുന്നാൽ ആദ്യം വരുന്നത് അലച്ചിലാണ്. കാര്യം എൻ്റെ എഴുതുമ്പോഴും എനിക്ക് ആ ബോധമുണ്ട്. അത് ആദ്യകാല കവിതകളിൽ മാത്രമല്ല, ഇപ്പോഴും ഒരു അലച്ചിൽ. പക്ഷേ പ്രായത്തിൻ്റെയും മാറിയ സാഹചര്യങ്ങളിലും കൊണ്ട് അലച്ചിൽ ഭൗതികമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ അലച്ചിൽ ഇപ്പോഴും എൻ്റെ മെറ്റഫറാണ്, എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചേഷ്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ കാവ്യബോധത്തിൻ്റെ ഒരു ചേഷ്ട തന്നെ അതാണ്. അപ്പോൾ അതുമായിട്ട് ഈ സ്വന്തം നാടെന്നുള്ള കൺസെപ്റ്റ് ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ കോൺട്രഡിക്ഷൻ. അങ്ങനെ നാടില്ലായ്മയാണ് ഈ അലച്ചിലിൻ്റെ ഒരു കാരണം. നാടില്ലായ്മയെക്കുറിച്ച് ചില സമയങ്ങളിൽ സങ്കടം തോന്നിയിട്ടൊക്കെ ഉണ്ട്. വളരെ മനുഷ്യ സഹജമായ എനിക്കൊരു കൃത്യമായൊരു നാട്. ഇപ്പം ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നത്, നീ എന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഗ്രാമം, അല്ലെങ്കിൽ നമ്മളിപ്പം ഇടയ്ക്ക് ഭാഷാഭൂഷയിലൊക്കെ കേശകരണം വന്ന ഇടയ്ക്ക് എല്ലാവരും അവരുടെ ദേശത്തെക്കുറിച്ച് ഇതൊരു പങ്ക്തി തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ദേശം എന്ന് പറഞ്ഞിട്ടിപ്പം KGS കടമ്പനാടിനെ കുറിച്ച് എഴുതുന്നു. പിന്നെ അങ്ങനെ പലരും സത്യകാന്തിരിങ്ങാലെ കൂടി. അപ്പോൾ അതുപോലെ തന്നെ അവാർഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വീകരണം കൊടുക്കുക. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് നാടില്ലാത്തതുകൊണ്ടൊരു പ്രശ്നമുണ്ടല്ലോ. സ്വീകരണത്തിൻ്റെ ഏറ്റമല്ലേ. അപ്പം നാടില്ലായ്മ ആണ് അലച്ചിലിൻ്റെ ഒരു റീസൺ. ഇപ്പം നീ അത് ചോദിച്ചപ്പോൾ എനിക്കത് അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നു. അതിന് ചില ഗുണങ്ങളുണ്ട്. പാരമ്പര്യമില്ലായ്മയ്ക്ക് ചില ഗുണങ്ങളുണ്ടെന്ന് പറയും. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്ന് പറയുന്ന പോലെ നാടില്ലായ്മയുടെ ഒരു ഗുണമായിരിക്കാം കവിതകളിലും കവിത എഴുത്തിനിരിക്കുമ്പോഴുള്ള അലച്ചിലിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അലച്ചിലൊരിടത്തെത്തി സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരിടത്ത് പുറപ്പെടാനുണ്ട്, ഒരിടത്ത് എത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് അലച്ചിലല്ല, ലക്ഷ്യവേദിയായിട്ടുള്ള ഒരു സംഭവമാണ്.
അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവാം, സംശയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ജീവിതവും എഴുത്തും അത്ര ലക്ഷ്യവേദിയൊന്നുമല്ല, ഒട്ടുമല്ലെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ അലച്ചിലിൻ്റെ ഒരു സ്വാതന്ത്ര്യം, കവിത ആളുകളെങ്ങനെ വായിക്കുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞതിൽ കാര്യമില്ല. പക്ഷേ ഒരു എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് പിന്നീട് തിരിച്ച് റീവിസിറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഈ അലച്ചിൽ വരുന്ന സ്വാതന്ത്ര്യം എൻ്റെ കവിതയ്ക്ക് ശക്തിയായിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൽ ഞാൻ നാടില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പല നാടുകളിലും ഉണ്ടെന്നായിരുന്നു. നമ്മൾ ചെന്ന് കയറിയ സ്ഥലങ്ങളെല്ലാം നാടാണ്. പെട്ടെന്ന് അത് രാമേന്ദ്രൻ മാഷ് എപ്പോഴും എൻ്റെ അടുത്ത് പി രാമേന്ദ്രൻ എപ്പോഴും പറയും, നിൻ്റെ കവിതയ്ക്ക് നീ എവിടെ ചെന്നാലും ആ നാടിനെ കുറിച്ച് എഴുതും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇമേജ് മെറ്റഫറായിട്ട് നിൻ്റെ മനസ്സ് മാറും. അതൊരു വലിയ വ്യത്യാസമാണ്. മറിച്ച് പലരും ഇപ്പം അത് രാമേന്ദ്രൻ എപ്പോഴും പറയാറുള്ളത്, ONV റഷ്യയിൽ പോയപ്പോഴത്തേക്കും എയർപോർട്ടിനടുത്ത് മറ്റൊരു കണിക്കൊന്ന നിൽക്കുന്നതാണ്. ഓരോ കണിക്കൊന്ന കേരളം മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ദൂരെ പോകുന്നിട്ട് നമ്മുടെ നാടിനെ ഓർക്കുക. അല്ലെങ്കിൽ ഞാൻ കളിയാക്കി പറഞ്ഞല്ല, എല്ലാവരിലും ഉണ്ട് ആ സംഭവം. അത് ഒരു മനുഷ്യൻ്റെ പ്രവാസ സ്വഭാവത്തിൻ്റെ ഒരു കൗണ്ടർ തിസിസ് ഉണ്ട് അതിൻ്റെ അർത്ഥം. അത് മോശമൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാൻ കൊറിയ ചെന്ന് കഴിയുമ്പം കൊറിയയിലെ ജീവിതമായിട്ട് ഞാൻ പെട്ടെന്ന് നിർജ്ജീയാണ്. ഇപ്പം ഞാനവിടെ കൊറിയക്കാരുടെ അഡ്ഡകളിൽ അരാജകവാദികളായ കലാകാരന്മാരുടെ എഴുത്തുകാരുടെ അഡ്ഡകളിൽ അവരുടെ കൂടെ പോയിരിക്കും. ഒരു വസ്തു മനസ്സിലായി സംസാരിക്കുന്നത്, മ്യൂസിക് മാത്രം മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂറിൽ എങ്ങനെ അവരുടെ കൂടെ ഇരിക്കുന്നത്? അത് ഐ ഫീൽ ദാറ്റ് ഐ ആം അറ്റ് ഹോം എന്നുള്ളതാണ്. അത് നമ്മുടെ അതൊരു വലിയൊരു മെച്ചമായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അത് എൻ്റെ ഒരു സ്വഭാവമായിരിക്കണം. അത് എവിടെ ചെന്നാലും അങ്ങനെ എല്ലാ നാടുകളിലും എനിക്കൊരു നാടുണ്ട്. അപ്പോൾ എൻ്റെ കവിതകളിൽ കാണുന്ന പല നാടുകളും, ഇപ്പം ക്യാമ്പസ് ഒരു നാടാണ് എനിക്ക്. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന ക്യാമ്പസ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കായ ഒരു നാടാണ്. അങ്ങനെ കവിത ഉണ്ട്, അതിനെക്കുറിച്ച് മാത്രമുള്ള കവിതകളുണ്ട്. അങ്ങനെ പോണ സ്ഥലങ്ങളിലെല്ലാം ഉള്ള ചില സവിശേഷത, എൻ്റെ രുചിക്ക് ചേരുന്ന ചില സ്ഥലങ്ങളും മനുഷ്യരും പിന്നെ എന്താണ് സെൻഷ്യലായ അനുഭവ പരിസരങ്ങൾ, പ്രകൃതി, ഇതെല്ലാം തന്നെ വിചിത്രമായിട്ട് കൂടിക്കലരും. അങ്ങനെ ഒരു കോക്ടെയിൽ സ്വഭാവം, നാടിൻ്റെ ഒരു കോക്ടെയിലുണ്ട് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്. നമ്മൾ കോക്ടെയിൽ അതിനും ആ വലുപ്പവും. അപ്പം അതും അലഞ്ഞു നടപ്പും പരസ്പര കോംപ്ലിമെൻ്ററിയാണ്. പരസ്പരാപേക്ഷ നമുക്ക് മലയാളം മനുഷ്യന്മാരുടെ ഭാഷ പറഞ്ഞ് പരസ്പരാപേക്ഷമായിട്ട് അത് രണ്ടും കിടപ്പുണ്ട്. ഇതാണ് ജനറലി പറയാനുള്ളത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് അതിനെ ചോദിച്ചാൽ ഞാൻ പൊതുവെ ഈ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും ഭാഷ കൊണ്ടും ഒക്കെ പരിമിതപ്പെട്ട ആളുകളായിട്ടാണല്ലോ മനുഷ്യർ പൊതുവെ ജീവിക്കുന്നത്. ഇതിന് രണ്ടിനെയും മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഈ അലച്ചിലിനെ കാണാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ആക്ട് കൂടെ അതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് ഈ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ വീട് തന്നെയായിട്ട് സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ അറിയാത്തൊരു ഭാഷയിലും അറിയാത്തൊരു ദേശത്തും സ്വന്തം വീട്ടിലെന്ന പോലെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു അസാധാരണമായൊരു പ്രകൃതമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംസാരിച്ച് വരുമ്പോൾ. പക്ഷേ അൻവർക്കിൽ അത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ കവിതകളിലൂടെ കടന്നു പോയപ്പോഴും ഇപ്പോൾ സംസാരിക്കുമ്പോഴും തോന്നുന്നൊരു കാര്യം. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആദ്യം തുടങ്ങിയിടത്തേക്ക് തന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ജനിച്ചു വളർന്നൊക്കെ തിരുവനന്തപുരത്തല്ലേ? അപ്പോൾ തിരുവനന്തപുരത്തെ കുറിച്ചൊരു റാപ്പ് എഴുതി പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഒരു സിനിമയില് സ്റ്റീവ് ലോപ്പസിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ് ഞാൻ തന്നെ പാടുകയും ചെയ്തത്. പക്ഷെ കവിതയിൽ പക്ഷേ അങ്ങനെ തിരുവനന്തപുരം വന്നിട്ടില്ലേ? തിരുവനന്തപുരം കവിതയിലും വന്നിട്ടുണ്ടല്ലോ. കവിതയിലും സദാചാരി എന്നുള്ള കവിതയ്ക്ക് തിരുവനന്തപുരത്തെ മുടുക്കുകൾ, റോഡുകൾ, എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ, ആ പേരൊക്കെ ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചത്. മനുഷ്യരെ മാത്രമേ പേര് മാറ്റി ഉപയോഗിക്കും. ഹോട്ടലിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, വേണുഗോപാൽ എന്നില്ലെന്നിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഹോട്ടൽ തന്നെ, അങ്ങനെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം ആണല്ലോ. പാളയം കോളേജ്, ആ പരിസരം, വിജറ്റി ഹാള്, അപ്പുറത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പുറത്തെ മെയിൻ ബ്ലോക്ക്, അവിടുത്തെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പഴയ രാജകീയ സാധനത്തിൻ്റെ അവശിഷ്ടം, അത്തരം മെറ്റഫറുകളെല്ലാം, അവിടുത്തെ മരങ്ങൾ, മഹാഗണികൾ, ഇതെല്ലാം വരുന്നൊരു കവിതയാണ് അകാലം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഹൈക്ക് പോലത്തെ കവിതകളിൽ പോലും പിന്നെ അനന്തശയനത്തെക്കുറിച്ചൊരു തമാശ കവിതയുണ്ട് എൻ്റെ. എന്തിനാണ് ഇങ്ങനെ എപ്പോഴും തണ്ടൽ വേദനിക്കില്ലെന്ന് ചോദിക്കുന്നൊരു കവിതയുണ്ട്, ഈ അനന്തം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ പ്രദേശത്തിൻ്റെയാണ്. നേറ്റിവിറ്റി എന്ന് പറയണ്ട, ആ പ്രദേശം ശക്തമായിട്ടുണ്ട്. അതെ, ഈ ഒരു നേറ്റിവിറ്റിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു ദേശം, അതിൻ്റെ ഭൂപ്രകൃതി, അതിൻ്റെ കാലാവസ്ഥ, ഈ ഘടകങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നതെന്ന്. അതെ അതെ, അതിൽ എനിക്കൊന്ന് ഞാൻ അതിനെക്കുറിച്ച് നീ ഇപ്പം പറയുന്ന പോലെ കോൺഷ്യസ് ഒന്നുമല്ല.
ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, വേണമെങ്കിൽ ഞാൻ പറയും, എനിക്ക് ഉറപ്പൊന്നുമില്ല. സ്വാതന്ത്ര്യബോധമുള്ള കാൽപ്പനികമായ സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം. കാൽപ്പനികമായിട്ട് കാൽപ്പനികം എന്ന് പറഞ്ഞാൽ കാൽപ്പനിക ഇൻ കോട്സ്, സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഒരു പിന്നെ സാമാന്യ വിദ്യാഭ്യാസവും യുക്തിബോധവും ശാസ്ത്ര വിദ്യാഭ്യാസവും ഒക്കെ വെച്ചിട്ട് എനിക്കറിയാം സ്വാതന്ത്ര്യം അല്ല റിലേറ്റീവാണ്. സർവതന്ത്രമായ സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. ഒരു സിവിൽ സൊസൈറ്റിക്ക് ജീവിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് സ്വാതന്ത്ര്യത്തിൽ. പക്ഷേ സ്റ്റിൽ എന്തും ചെയ്യാൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒന്ന് ഉരച്ച് നോക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ മീഡിയത്തിൻ്റെ അകത്താണ്. അത് കവിതയാണ്. കവിതയ്ക്കകത്ത് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യബോധം കൊണ്ട് കടന്നു വരും. നമുക്കത് തടയാൻ പറ്റില്ല. അത് വാതിൽ തള്ളി തുറന്ന് കാറ്റ് വരും പോലെ ഇരമ്പി വരുമെന്ന്. അപ്പോൾ നമുക്ക് ഒരർത്ഥത്തിൽ ചെറിയ ഭയമൊക്കെ തോന്നുമെങ്കിൽ വലിയ സന്തോഷം, നമ്മളത് ഭയങ്കര ആനന്ദം ഉണ്ടായിട്ട്. അതിൽ നിന്നാണ് ഈ സ്ഥലകാലങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അപ്പോഴും കുറച്ച് നമ്മളറിയാത്തൊരു ഇംപേഴ്സണൽ, നമ്മൾ റൊമാൻറ്റിക് അല്ലാതാവുന്ന അങ്ങനെയാണ്. റൊമാൻറ്റിക്കുകൾ എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, ഞാൻ എന്നുള്ള. അപ്പോൾ എനിക്ക് ഈ ഞാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും. ഞാൻ എന്നുള്ള വാക്ക് പോലും ചില സമയത്ത് ഡെലിബറേറ്റായിട്ട് ഞാൻ ഒഴിവാക്കാറുണ്ട് കവിതയ്ക്ക്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ വേണമെങ്കിൽ നിശ്ചയമായിട്ടും പ്രയോഗിക്കാൻ സ്ഥലങ്ങളിൽ പലയിടത്തും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആ ഞാൻ പോലും ഒരു അസ്വാതന്ത്ര്യമായിട്ട് മാറുന്ന അവസ്ഥയിൽ ആണ് നമ്മൾ പല ദേശകാലങ്ങൾ കലരും. അത് ചിലപ്പോൾ വലിയൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ ഉയർന്ന ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ മെഹബൂബ് എക്സ്പ്രസിലത്തെ കവിത അല്ലെങ്കിൽ ഏകാന്തയുടെ 50 വർഷങ്ങളിലത്തെ കവിതകളെ കാണാം. അത് പൊളിറ്റിക്കലി ലൗഡറായിട്ടുള്ള ഒരു സാധനം മാത്രമല്ല, അത് ഇങ്ങനൊരു വശം കൂടെ അതിനുണ്ട് സ്ഥലങ്ങളോടുള്ള. മറിച്ച് അത് സൂക്ഷ്മമായിട്ട് നമ്മുടെ സ്ഥലത്തൊരു ആഴ്ന്നിറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് എൻ്റെ തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ചത് അവിടെ അല്ല, ജനിച്ചത് ചിറയൻകീഴ് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത്. വളർന്ന വീട് അതാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അവിടെ എൻ്റെ മുറിയിലെ ജനൽ തുറന്നാൽ കാണുന്ന ഒരു മാവുണ്ട്. ആ മാവ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു പാമ്പ് ഉയർന്നു നിന്ന് വളഞ്ഞങ്ങനെ ഇരിക്കും, അതുപോലെ നിൽക്കുന്നത്. അത് കുഞ്ഞുനാളിൽ അംഗവൈകല്യം വന്ന ഒരു ജീവിയെ പോലെയാണ് ആ മാവ് വരുന്നത്. ആ സ്ഥലം വാങ്ങിക്കുന്ന മൊമെൻ്റ് മുതൽ ആ മാവിൻ്റെ വളവിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ മാവാണ് ഈ വീട് അലമാര എന്നുള്ള കവിതയ്ക്കകത്തെ. അപ്പം അതിപ്പോഴും എനിക്ക് ഏത് മാവ്, വലിയ വലിയ മാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുമാരനാശാൻ എഴുതിയിട്ടുള്ള മറ്റേ സ്ഥൂലാമ്രാധിപ എന്നൊക്കെ പറയുന്ന മലയാള സാഹിത്യ ചരിത്രത്തിലുള്ള പടുകൂറ്റ മാവിനെ കുറിച്ച് അതൊന്നും എൻ്റെ തലയിലില്ല. എൻ്റെ തലയിലുള്ള മാവ് ആ എൻ്റെ വീട്ടിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വാങ്ങി എൻ്റെ വാപ്പ വാങ്ങിച്ചു വെച്ച വീടാണത്. ആ മാവ് ഈ അടുത്ത കാലത്ത് അത് നശിച്ചു പോയത്. ആ മാവാണ് നമ്മുടെ മാവ്. അപ്പോൾ അങ്ങനത്തെ ഒരു സൂക്ഷ്മമായ ഒരു എലമെൻ്റ് ഉണ്ട് താനും. അപ്പോൾ ആ വരി നല്ല രസമുള്ള വരിയാണ് അത്. നമ്മൾ തന്നെ പറയണമല്ലോ നല്ല രസമുള്ളത്. അല്ല അത് വെച്ചാൽ അത് നല്ല രസമുള്ള വരിയാണ്. എനിക്ക് ഓർമ്മയില്ല കവിത അതിൽ ഞാനോ പകൽക്കിനാമാനത്ത് എല്ലു വളഞ്ഞു കുരുടിച്ച തായ്മാവ് കൊമ്പത്ത് പിന്നോട്ടേക്ക് ആടുന്നൊരു ഊഞ്ഞാൽ വിളുമ്പത്ത്. അതിങ്ങനെ വളഞ്ഞു പോകേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഊഞ്ഞാലൊന്നും കിട്ടൂല. ഞാൻ ഇങ്ങനെ കാല് ഇട്ടിട്ട് കിടന്ന് ആടുമായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ഒരുപാട് വലുതായ ശേഷം ചെയ്യുമായിരുന്നു, ഇപ്പം പറ്റൂല. അല്ല 40 വയസ്സൊക്കെ ഉള്ളപ്പോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് ആ മാവ് ഒരു സ്ട്രോങ് ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു വിഷ്വലാണ് എൻ്റെ തലയിൽ. അപ്പം ഒരേ സമയം നമ്മുടെ ദേശമില്ലായ്മ അതിസൂക്ഷ്മമായ ചില ഒബ്ജക്റ്റുകളുടെ ഒരു ദേശമായിട്ടും വിശാലമായ ഒരർത്ഥത്തിൽ കുറച്ച് അമൂർത്തമൊക്കെ ആയിട്ടുള്ള കൺസെപ്റ്റലായ വലിയ രാഷ്ട്രങ്ങളോ ദക്ഷിണേഷ്യ, ഞാൻ ഇന്ത്യയിൽ പോലും പലപ്പോഴും ഞാൻ സങ്കല്പിക്കാറില്ല. ഇതെല്ലാം നമ്മുടെ നാടായിട്ട് തോന്നുന്നു എനിക്ക്. ഇപ്പം ഈ ശ്രീലങ്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഇന്ത്യ എല്ലാം കലരുന്ന ഒരു സൗത്ത് ഏഷ്യൻ ഭൂപ്രകൃതിയുണ്ടല്ലോ. അതിന് ഇന്ത്യ എന്നൊന്നും വിളിക്കേണ്ടെന്നൊരു അഭിപ്രായം എനിക്ക് എപ്പോഴും തോന്നാറില്ല. പിന്നെ നമ്മളൊരു രാജ്യം സ്റ്റേറ്റ് എന്നുള്ള സംവിധാനത്തിൻ്റെ അകത്താണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനത്തെ സ്ഥൂലമായും സൂക്ഷ്മമായും ഈ ദേശം ഇത്ര സ്വാതന്ത്ര്യബോധത്താൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് കൺക്ലൂഡ് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു വളരെ തീവ്ര ദേശീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ കവിതയിൽ അതിനെതിരെ മനഃപൂർവ്വമല്ലാതെ തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ അവബോധം കൊണ്ട് നമ്മൾ പകരുന്ന ഒരു വലിയ തുറസ്സിനെ കൂടെ ഞാൻ അതിലൂടെ കാണാൻ
അതെ 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 നമ്മൾ കുറച്ചൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ തുറസ് കൊള്ളാമല്ലോ, ഇത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാമല്ലോ എന്നൊരു തോന്നൽ വരും. ഇപ്പം നമ്മുടെ തന്നെ ലാൻഡ്സ്കേപ്പ് എല്ലാം നമ്മുടെ ലാൻഡ്സ്കേപ്പ് വരുന്നതാണ് തോന്നുന്നു ചില സമയത്ത്. എന്നാൽ ചില സമയത്ത് നമ്മൾ വളരെ അപ്സെറ്റ് ആവുന്ന സന്ദർഭങ്ങളിൽ ഒന്നും നമ്മുടേതല്ലാന്ന് തോന്നിക്കും. ഈ രാജ്യം നമ്മുടെതല്ലാന്ന് തോന്നിയ മൊമെൻറ്റുകൾ ഇപ്പം ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ വിമാനത്തിലോ ട്രെയിനിലോ നിന്ന് ഇറങ്ങുമ്പോൾ ചില സമയങ്ങളിൽ ഇത് എൻ്റെ നാടല്ലോ തോന്നാറുണ്ട് ശരിക്കും. എനിക്ക് ഏതൊരു വിദേശയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഡൽഹി ഇറങ്ങി ശരിക്കും എനിക്ക് അങ്ങനെ ഭയങ്കര സെൽഫ് പിറ്റി, ഇത് എൻ്റെ നാടല്ലല്ലോ, ഇത് എനിക്ക് പുല്ലും കേരളത്തിൽ പോയി ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയത്. മറിച്ച് ഞാൻ ഡൽഹിയെ ഭയങ്കര പ്രേമിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ഡൽഹി താമസിച്ചിട്ട് അങ്ങനത്തെ കവിതകളുണ്ട്. ആര്യാവർത്തത്തിലൊരു ഡൽഹിയെക്കുറിച്ച് കുറിപ്പുകൾ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയാം, അപ്പം ഇത് പെർമനൻ്റ് അല്ലത്. ഈ ആളുകൾ ദേശത്തെക്കുറിച്ചുള്ള സങ്കല്പം എൻ്റെ ദേശം എന്നൊരു പെർമനൻ്റ് ആയ സാധനമായിട്ട് കാണുന്നത് അത് തെറ്റൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥായിയല്ല. ഇതൊരു അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്രവാവസ്ഥയാണ് ഇതിൻ്റെ. അതിൻ്റെ ഭംഗിയുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ രൂപപ്പെട്ട തെളിഞ്ഞു വന്നൊരു ആശയം എന്നുള്ള നിലക്ക് സ്ഥലം എന്നുള്ളത് എപ്പോഴും അധികാരവുമായിട്ട് പല നിലക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അൻവർക്കയുടെ തന്നെ മഴ എന്നുള്ള കവിത ഞാൻ ഓർക്കായിരുന്നു. അപ്പോൾ മഴ പെട്ടെന്ന് കിട്ടുന്ന ഒരിടത്ത് പാർക്കണമെന്നും അടുപ്പും ഉടുപ്പും ഒന്നും ഇല്ലാതെ ഈ സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെ ഒരു ആവിഷ്കാരത്തിനും കൂടെ ഉള്ളൊരു ഇടം എന്നുള്ള നിലക്ക് ഒരുക്കുന്നുണ്ട്. അപ്പം അൻവർക്കയുടെ സ്വന്തം ഇടം കാണുന്ന ഒരു കവിതയായിട്ട് എനിക്കത് തോന്നി. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, പക്ഷെ അത് ശരിയായിരിക്കും. എനിക്ക് അത് ഭയങ്കര സെൻഷ്വലായ കവിതയാണ്. അത് നമ്മൾ ഈ ലൈംഗികമായ സെൻഷ്വാലിറ്റി ഉണ്ടല്ലോ മനുഷ്യൻ്റെ, സെൻഷ്വാലിറ്റി അത് മാത്രമല്ല, പക്ഷെ ലൈംഗികമായ സെൻഷ്വാലിറ്റി ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലത്തും സ്ഥലത്തുമാണ് ഞങ്ങളൊക്കെ വളർന്നു വരുന്നത്. നിങ്ങളുടെ കാലം കുറച്ചുകൂടെ ലിബറലായിട്ടുണ്ടെന്ന് എനിക്കത്, കുറച്ചുകൂടെ അത്രത്തോളം. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു ബ്രിങ്ങിങ് അപ്പ്, ഒരു ട്രാൻസിഷണൽ കാലം ഒക്കെ അങ്ങനെയാണ്. ഞാനെപ്പോഴും ആലോചിക്കാറ് കാര്യം, ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു സെൻഷ്വാലിറ്റി, ലൈംഗികത മാത്രമല്ല, പക്ഷേ ലൈംഗികതയിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എഴുത്തുകാരുടെയും ചിത്രകാരന്മാരെയൊക്കെ ഉൾപ്പെടെ ഒരു കാലഘട്ടം വരെ മുഴുവൻ സപ്രസ് ചെയ്ത് ജീവിക്കേണ്ടിരുന്ന മനുഷ്യരുടെ അവർക്ക് അവരുടെ രോഗാതുരത്വം, ദാരിദ്ര്യം പോലെ തന്നെയാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ അൺഹെൽത്തിയാക്കും, ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ ജാതി പോലത്തെ സാധനം, നമ്മൾ കീഴ്ജാതിയിൽ ജനിച്ച ഒരാൾ അപകർഷണം കൊണ്ടൊക്കെ പലതും ചെയ്യാൻ പറ്റാതെ അയാളൊരു വലിയ കാലഘട്ടം പിന്നിടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു സദാചാര ഘടന, കൊളോണിയൽ സദാചാര ഘടനയും നമ്മുടെ ജാതി ഘടനയും എല്ലാം കൂടെ കലർന്നിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ സെൻഷ്വലായിട്ടുള്ള ഭാവങ്ങളെയും, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ ഉണ്ടാവേണ്ട ലൈംഗികമായ സെൻഷ്വാലിറ്റി പോലത്തെ കാര്യങ്ങളെയൊക്കെ അത്രയും സപ്രസ് ചെയ്യുന്ന, അതിങ്ങനെ വളർന്ന ആളുകൾക്ക് അത് വലിയൊരു പ്രശ്നം, അത് നമ്മളെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ അടയ്ക്കുന്നുണ്ട്. അതിനെതിരെയുള്ള റിവോൾട്ടാണ് എൻ്റെ ഇത്തരം പേഴ്സണൽ പോയംസ് മുഴുവൻ വാസ്തവത്തിൽ. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി എഴുതുമ്പോൾ നമ്മളങ്ങനെ ആലോചിക്കും, പിന്നീട് വായിച്ചു നോക്കുമ്പോഴാണ് അങ്ങനത്തെ സാധനം എൻ്റെ അടി കിടപ്പുണ്ട്. പലരിലും ഉണ്ട്. അത് സ്ത്രീകളായ എഴുത്തുകാർ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ സ്ത്രീകളായ എഴുത്തുകാരത് മറികടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കവികൾ, ഇപ്പം ഗിരിജ, VM സുഗതകുമാരിയും തന്നെ വരുന്നുണ്ട്. സുഗതകുമാരി തന്നെ കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചൊട്ടിൽ നീ ഒടക്കുഴൽ വിളിക്ക് അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാലൊഴുകി മറിയുന്നത് ഓർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴുവതും മുടി അഴുവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്ന് ഓടി എത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നെഞ്ചാരെ എന്നൊരു സാധനമുള്ള അത്. ആ സപ്രഷൻ പൊളിച്ചു വരുന്ന ഓരോ അടരായിട്ട് പൊളിച്ച് കുടുംബം തകർത്തിങ്ങനെ വരിക ഒരു ഭദ്രകളിയായിട്ട്. അത്തരം ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം സ്ത്രീകളാണ് പുരുഷന്മാരായ കവികളെക്കാൾ ശക്തമായത് ബ്രേക്ക് ചെയ്യുന്നുള്ള എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ഒരു സെൻഷ്വൽ ഫ്രീഡത്തിൻ്റെ ഒരു അംശം ആണ് അതിൻ്റെ എൻ്റെ ഭാഗത്തുള്ള എളിയ ഒരു സമൂഹമായിട്ടാണ് ഞാൻ ഇത്തരം മെറ്റഫറുകളെ കാണുന്നത്. പക്ഷെ പല കവിതകൾക്കകത്തും ഉള്ളത്. ഇപ്പം നീ പറഞ്ഞോണ്ട് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ പഴയ സുഹൃത്തുക്കൾ പലരും യാത്രിക എന്നുള്ള കവിതകൾ പല വരികൾ ഉദ്ധരിക്കും, പഴയ സുഹൃത്തുക്കൾ. അപ്പം ഞാൻ ആ കവിത ആരും എനിക്ക് വേണ്ടത്ര ക്രിട്ടിക്കൽ അക്ലെയിം ഒന്നും കിട്ടാത്തൊരു കവിതയാണ്. ഞാൻ ഈ ആഖ്യാന കവിത എഴുതി പഠിച്ച കവിതകളിലൊന്നാണ്. എനിക്ക് പേഴ്സണലി എല്ലാത്തിനോടും ഇഷ്ടം എന്നുള്ള അതിലേക്കുള്ള ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പഴയ ആളുകൾ എൻ്റെ കവിതയുടെ ആദ്യകാല വായനക്കാരെ പലരും ആദ്യ ഭാഗത്ത് വരികൾ ഉദ്ധരിക്കുന്ന ഒരു ശീലമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും ആ കവിതയ്ക്കകത്ത് ശരിക്കും അതിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് അബ്സ്ട്രാക്റ്റായ പോർഷൻസ് ഉണ്ട് ആ കവിതയ്ക്കകത്ത്. അതിൻ്റെ അകത്തെല്ലാം ഈ സെൻഷ്വാലിറ്റിയുടെ
ഒരു 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 എലിമെൻ്റ് ശക്തമായിട്ട് ഒരു അന്തർധാരയാണ് വേണ്ടത്. സപ്രസ് ചെയ്യപ്പെട്ട സെൻഷ്വാലിറ്റിയുടെ, അത് ആത്മഹത്യ കിടക്കുന്ന സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഉള്ളതിൻ്റെ അകത്ത് ഈ ഭൂമിയുടെ കയ്യിലുള്ള ഞരമ്പായിട്ട് കൈപ്പത്തിയെ കാണുന്ന സാധനങ്ങൾ, ഇതെല്ലാം സെൻഷ്വാലിറ്റി ഉണ്ട്. മാത്രമല്ല എൻ്റെ ഒരു വളരെ കൗമാര യൗവനത്തിനിടയ്ക്കുള്ളൊരു പ്രായത്തിലാണ് ഇത് എഴുതുന്നത്. അക്കാലത്തുണ്ടായ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരുപാട് സെൻഷ്വലായിട്ടുള്ള നിരാശകൾ, ആദികൾ എല്ലാം അതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്ന് ഇപ്പോൾ വായിക്കുമ്പോൾ തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഈ മഴയുടെ. അൻവർക്ക് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈ സ്പർശം ഏറ്റവും കുറവുള്ള ഒരു സമൂഹവും സംസ്കാരവും കൂടിയാണ് നമ്മുടെ. അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ജാതിയുടെയും ഈ പറഞ്ഞ കൊളോണിയൽ എലമെൻറ്റുകളുടെ ഒക്കെ സ്വാധീനം ഉണ്ട്. വിക്ടോറിയൻ മൊറാലിറ്റി നമ്മുടെ വീടുകളിൽ പോലും അത് വളരെ വളരെ അടുത്ത ബന്ധുക്കളിൽ പോലും ഈ സ്പർശമില്ലായ്മയുടെ ഒരു അകലം ഉണ്ട് പൊതുവെ. ഇപ്പോൾ കവികളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം സെൻഷ്യസ് ആയിട്ടുള്ള ആളുകളും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇപ്പം VM ഗിരിജയെ നേരത്തെ പരാമർശിക്കേണ്ട ഒരു സ്പർശം എന്നുള്ള പേരിൽ സ്പർശത്തെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച് തുടങ്ങിയൊരു വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ എല്ലാ ഇടവും തൻ്റെ ദേശമായിട്ടുള്ള ഒരു സ്വത്വമാണ് സ്വയം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു രൂപപ്പെടൽ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ആദ്യ സമാഹാരമായിട്ടുള്ള മഴക്കാലത്തിൽ തന്നെ അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ് മുസ്തഫയിൽ തന്നെ ഈ വീടും നാടും വിട്ട് പോകുന്ന ഒരു കുട്ടിയുണ്ട്. ഇപ്പം പുതിയ സമാഹാരമായിട്ടുള്ള ഗാന്ധി തുടൽമാലയിലും വീരാംഗതമാല, ഈ കവിതയുടെ തന്നെ ഒരു സഹോദരനായിട്ട് നമുക്ക് വായിക്കാവുന്ന തരത്തിലുള്ള ഒരു കവിത. അതിലും ഈ പറഞ്ഞ പോലെ നാടും വീടും വിട്ടു പോവുകയും നാടും വീടും അയാളെ അന്വേഷിച്ച് ഇങ്ങനെ വരികയും അയാളുടെ പലതരത്തിലുള്ള കഥകളിലൂടെയൊക്കെ അയാൾ ഇങ്ങനെ നാട്ടിലും ഇതൊക്കെ വീണ്ടും ജീവിക്കുകയും ആ പ്രസൻസിലും ആ പ്രസൻസിൽ ഇല്ലായ്മയിൽ ദൃശ്യതയിലും അദൃശ്യതയിലും ഒരാളുടെ പലതരത്തിലുള്ള ഒരു ജീവചരിത്രം ഇങ്ങനെ ഒരു നാട്ടിൽ രൂപപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു അനുഭവം തന്നിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോക പൗരൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കവികളുടെ കൂട്ടത്തിലെടുക്കണമെങ്കിൽ ടാഗോറിന് ശരിക്കും അങ്ങനെ വലിയ സങ്കല്പം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന കാലത്ത് പോലും ടാഗോർ വാദിക്കുന്നത് ഒരു ലോക പൗരൻ എന്നുള്ള നിലക്ക്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നാരായണ ഗുരുവിൻ്റെയൊക്കെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസി സമൂഹങ്ങളൊക്കെ തന്നെ ഒരു ലോക ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നടരാജഗുരുവിൻ്റെയൊക്കെ അത്തരത്തിലുള്ള വലിയ കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ അത്തരമൊരു സ്വത്വത്തിലേക്ക് ഒരു കവി എന്നുള്ള നിലക്ക് രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ കവിതകളിലൂടെയൊക്കെയുള്ള വീടും നാടും വിട്ടും പോകാനുള്ള ഒരു ആശ ഉടലെടുത്ത് എങ്ങനെയാണ്? ഇപ്പോൾ പുറകോട്ട് ആലോചിക്കുമ്പോൾ മുസ്തഫയും ഏകാന്തതയുടെ 50 വർഷങ്ങളും എൻ്റെ കവിതയിൽ ഷിഫ്റ്റ് തരുന്നുണ്ടിരിക്കും. അതിന് മുമ്പ് വരെ ജനറലൈസ് ചെയ്ത് പറയുക കേട്ടോ, എക്സെപ്ഷൻസൊക്കെ തർക്കിക്കാനാണെങ്കിൽ ചിലപ്പം ലൂപ്പ് ഹോൾസൊക്കെ കാണുന്നില്ലേ. അല്ല, അതിന് മുമ്പ് വരെ ഈ മോഡേണിസത്തിൻ്റെ സ്വാധീനം ഉള്ള ആന്തരിക ഭാവങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെക്ഷൽ സപ്രഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സൗഹൃദങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇൻറ്റേർണലൈസ് ചെയ്ത മനുഷ്യഭാവങ്ങളുടെ ഒരു ലോകം. അത് മോഡേണിസത്തിൽ നിന്ന് മാത്രമല്ല, മോഡേണിസ്റ്റ് പോയിട്രിയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള മോഡേണിറ്റി ഉണ്ടല്ലോ. കുമാരൻ ആശാനൊക്കെ റെപ്രസെൻറ്റ് വെസ്റ്റേൺ മോഡേണിറ്റി എന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നീ പറഞ്ഞ സ്പർശമൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. ആശാൻ്റെ കൃതികളിൽ സ്പർശം വളരെ ഡെലിക്കേറ്റായ ഒരു സാധനമാണ്. അത് വെസ്റ്റേൺ മോഡേണിറ്റിക്കാർക്ക് മനസ്സിലാകത്ത് പോലുമില്ല. അപ്പം ഈ നളിനി ദിവാകരനും കണ്ടുമുട്ടുന്നിടം വരെ തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ വിശുദ്ധമായ ഒരു അകലത്തിൽ നിന്നിട്ടുള്ള ബന്ധമാണ് അത്. ലാസ്റ്റിൽ അവർ മരിച്ചിട്ട് ഇദ്ദേഹത്തോട്ട് വീഴുക ചെയ്യുന്ന കാന്ത വിജി അതിൽ വിജി പോലെ സംക്രാന്ത ഹസ്തമുടൽ ചേർന്ന് തങ്ങളിൽ നിന്നിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലെയാണ് മരണം നടക്കുന്നത്. അപ്പം ഈ അങ്ങനെ സപ്രസ് ചെയ്ത സെക്സിൻ്റെ ഒരു കൾമിനേഷൻ പോലെയാണ് ആശാനിൽ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ. ആ ലെവൽ വരെ ഉള്ള മോഡേണിറ്റിയുടെ ചില ആദികൾക്കകത്താണ് ഞങ്ങളുടെയൊക്കെ ആഫ്റ്റർ മോഡേണിസ്റ്റ് ജനറേഷൻ്റെ ഒരു ആദ്യകാലം. ആ തണലിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് തണലും നിഴലും രണ്ടും ഉണ്ട്. തണലും ഉണ്ട് കേട്ടോ, തണലും രണ്ടും ഉണ്ട് ഇതിൽ. തീർച്ചയായിട്ടും സച്ചിദാനന്ദൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടുമാണ്. സച്ചിദാനന്ദൻ ഒരേ സമയം തണലുമാണ് നിഴലുമായിരുന്നു.
ബാലേന്ദ്രൻ്റെ കവിത, കടമ്മനിട്ടയുടെ വേറൊരു വഴിക്ക്. പണിക്കർ മാത്രമേ ഉള്ളല്ലോ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നത്. നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്ന പണിക്കർ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പിടിച്ച് വലിക്കുമായിരുന്നു അവരിലേക്ക്. അങ്ങനത്തെ ഒരു തരം അവരുടെ കാന്തിക ക്ഷേത്രത്തിൽ നിന്നിട്ടാണ് നമ്മൾ എഴുതിയത്. അതിൽ നിന്നും ഇപ്പം മുസ്തഫ, മോഡേണിസ്റ്റുകളായ എൻ്റെ പല സുഹൃത്തുക്കൾ, ചില മുതിർന്ന സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള ആറ്റൂർ ഓർമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല കവിത. പലർക്കും ഇഷ്ടമല്ല കവിത. മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ആ കവിത റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ വേണം. വ്യക്തികളെ എല്ലാവരും മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ആ കവിത പരന്നതും കാരിക്കേച്ചർസും വൃതാസ്ഥൂലത, പസ്റ്റീഷ് പിന്നെ അനുഭവിക്കുന്ന വാക്ക്. ഹാരിസാണ് ആദ്യം പസ്റ്റീഷ എന്ന് പറയുന്നത്. പസ്റ്റീഷ് എന്ന് പറയത്തില്ല, അനുരൂപങ്ങൾ എന്ന് പറയും. നമ്മൾ ഒരു വേറൊരു ചില രൂപങ്ങൾ വെച്ചിട്ട് അതിന് സമാനമായ രൂപം ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഫ്രഞ്ച് വാക്കല്ലേ അത്. അപ്പോൾ ഈ പസ്റ്റീഷിൻ്റെ രീതിയിലാണ് ഇത്. ആ വാക്കൊന്നും, ആ കൺസെപ്റ്റ് അറിഞ്ഞിട്ടോ ഒന്നും അല്ല മിഖായേൽ ഭക്തിനോ ഒന്നും വായിച്ചിട്ടല്ല നമ്മളത് എഴുതുന്നത്. അല്ല, ഞാൻ ആ കാലത്ത് കുറച്ച് തിയറിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് വാസ്തവത്തിൽ, എൻ്റെ അക്കാഡമിക് പഠനം. എന്നാൽ പോലും അതൊന്നും സ്വാധീനിച്ചിട്ടാണെന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റായ സ്വാധീനമില്ല. അപ്പം പക്ഷേ ഈ ഒരു പാട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന റഹ്മാൻ തരംഗമുള്ള കാലത്താണ് അത് വരുന്നത്. അത് അതുവരെയുള്ള എൻ്റെ ഉള്ളിൽ ആ മോഡേണിസ്റ്റ് മസിൽ പിടിച്ചിട്ടൊരു കവിയുണ്ടല്ലോ, ആ കവിയെ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റിമറിച്ചത്. വലിയൊരു സ്വാതന്ത്ര്യബോധം ആ കവിത എനിക്ക് തരികയാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് മുമ്പുള്ള ചില കവിതകളിലൊക്കെ എലമെൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം മൂന്നാം ലോക ചിന്തകളുടെ ഒരു കവിതയുണ്ട്. അത് കോളേജിലൊക്കെ ഉള്ള രാഷ്ട്രീയം ഒക്കെ വന്നിട്ട് അതിനോടൊരു പൊളിറ്റിക്കൽ കമൻ്റൊക്കെ ആയിട്ട് വാശിക്ക് എഴുതിയത്. അത് കറിവേപ്പിലയാവുക നമ്മൾ, മറ്റേ കോമരമാവുക, പിന്നെ മറന്നുപോലത്. അതൊക്കെ അക്കാലത്ത് അത് പലർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പല കവികൾക്കും ആ കവിത ഇഷ്ടമാണ്. നീ വായിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ കവിത? ഏതാ? ഈ കോമാളികളാവുക പിന്നെ കോമരമാവുക നമ്മൾ, മാവിൻ കൊമ്പത്തു കലമ്പും കാക്കകളാവുക, ജനലിന് വെളിയിലെ മൂവന്തികളാവുക. ഇതൊക്കെ കുറച്ച് ഇതൊന്നും നല്ല കവിതയായിട്ട് ഞാനും കൂട്ടിയിട്ടില്ല നമ്മുടെ മറ്റേ മോഡേൺ ലെവലിലിരിക്കുന്ന കാലത്ത്. അത് ഇത് മുസ്തഫ വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നീ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ തോന്നുന്നു. അതിൽ ഒരു വ്യത്യസ്തമായ സ്ഥലകാലങ്ങളുടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കുക. അതുവരെ ഈ ആന്തരിക ഇൻസ്കേപ്പുകളെ കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ ഒബ്സസ്ഡ് ആയിരുന്നു ഞാൻ മാത്രമല്ല പല കവികളും. പക്ഷെ അതിൽ നിന്ന് ഇൻസ്കേപ്പും ലാൻഡ്സ്കേപ്പും കൂടെ കലരുകയും ഇൻസ്കേപ്പ് തന്നെ ലാൻഡ്സ്കേപ്പായിട്ട് മാറുന്ന സ്ഥലങ്ങളായി മാറുന്ന ഒരു പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട് ഈ മുസ്തഫ എന്നുള്ള കവിത. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും എനിക്ക് ഒരു ത്രില്ലുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, ഞാൻ പാടി നടക്കാണ്ട് ഞാൻ ഇത് പാടുമായിരുന്നു. എന്നെ അപ്പം അന്ന് ഈ തമിഴ് ഫനാറ്റിസ്റ്റുകൾ ജയമോഹനും സംഘമൊക്കെ അത് കവിതയല്ല പാട്ടാന്ന് പറഞ്ഞ് എന്നെ ഡീമോറലൈസ് ചെയ്യുക. ഞങ്ങളുടെ ആദ്യത്തെ കുറ്റാലും മീറ്റിനൊക്കെ അൻവറിൻ്റെ പാട്ട് പാടുന്നതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ അവസാനം ലെഷർ സെഷനിൽ ഞാൻ എൻ്റെ പാട്ട് പാടുന്നതാണ്. സുന്ദരനാഥസ്വാമി ചിരിക്കുന്നൊക്കെ എനിക്ക് ഓർമ്മ, ഞാൻ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും. സുന്ദരനാഥസ്വാമി ഭയങ്കര സ്വീറ്റാണ്. പക്ഷേ ആറ്റൂർ വാസ്തവത്തിൽ വേറെ രീതിയിൽ കേട്ടോ ഭയങ്കര പോസിറ്റീവായിട്ട് ഇതിനെ കണ്ടത്. ആറ്റൂരിന് തൻ്റെ സെൻസിബിലിറ്റിക്ക് പുറത്തുള്ള സാധനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക മനസ്സുണ്ട്. അപ്പം അങ്ങനെ മുസ്തഫ പോലത്തെ കവിത മുസ്തഫ വായിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ്. അതിലൊരു കൊല്ലം കമ്പളം പോലത്തെ ഒരു സ്ഥലം, ഞാൻ ജീവിച്ച കുട്ടിക്കാലത്ത് ജീവിച്ച അന്നത്തെ അർബൻ സ്പേസസ്, പിന്നെ നമ്മൾ പ്രവാസികളായി പോയ ഗൾഫിലൊക്കെ ഉള്ള അർബൻ സ്പേസസ്, ഇതിൻ്റെയൊക്കെ ഇതൊന്നും വലിയ ലൗഡറായിട്ടല്ലെങ്കിൽ ഇതിനൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ളൊരു ഘടന എൻ്റെ അടുത്തുണ്ട്. മാത്രമല്ല അന്ന് ഈ റഹ്മാൻ്റെ പാട്ടെന്നൊക്കെ പറഞ്ഞ അന്നത്തെ ഒരു പോസ്റ്റ് മോഡേൺ കൾച്ചറിലേക്ക് വന്നു വീഴുന്ന പുതിയ മോട്ടീഫുകളായിരുന്നു. മോഡേണിസത്തിന് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഒരു ഡിസ്റ്റോർട്ടഡ് മോട്ടീഫുകൾ എന്ന് പറയാവുന്ന, പ്രത്യേകിച്ച് അർത്ഥങ്ങൾ തന്നെ ഇങ്ങോട്ട് കൊണ്ട് ചെതറിപ്പോകുന്ന രീതിയിലുള്ള, പിന്നെ ഒരുതരം ഇൻകോട്സ് ജനകീയതയെ പുനർവായിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ. അത് ഞാൻ പോലും അറിയാതെ ഉപയോഗിക്കുമ്പോൾ അത് വലിയ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് മാറുകയും അതിന് എത്ര വിമർശിക്കപ്പെട്ടിട്ടും ഞാൻ സന്തോഷത്തോടുകൂടി അത് വീണ്ടും സാധാരണ നമ്മൾ ആ പ്രായത്തിൽ വിമർശനമൊക്കെ നമ്മൾ എളുപ്പം ഡീമോറലൈസ് ചെയ്യേണ്ടതാണ്. പല കവിതകളും സംഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ ഈ കവിതയുടെ കാര്യത്തിൽ എൻ്റെ വിമർശനം ഞാൻ അംഗീകരിച്ചിട്ടുമില്ല, മാത്രമല്ല എന്നെ അത് ബാധിച്ചിട്ടുമില്ല. പിന്നെ എനിക്കൊന്നും അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരാളുണ്ട് കേട്ടോ. അക്കാര്യത്തിൽ എനിക്ക് വലിയ സപ്പോർട്ടുള്ള രാമൻ ആ കവിതയുടെ വലിയ പ്രമോട്ടറായിരുന്നു. ഞാൻ അതുപോലെ എന്തുകൊണ്ട് വീണ്ടും നീ എഴുതുന്നില്ല എന്ന് എൻ്റെ എപ്പോഴും ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ആ കവിതയൊക്കെയാണ്. അതുപോലെ ഏകാന്തതയുടെ 50 വർഷങ്ങളായി തൊട്ട് മുമ്പ് എഴുതുന്നത്. അത് ആണ്
അതെൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു 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 ചേഞ്ചിൻ്റെ ഒരു കാലമാണ്. ഞാനിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ മാറിയിട്ട് ഒരു ഇന്ത്യൻ ഹിസ്റ്ററി കൂടുതൽ വായിക്കാൻ തുടങ്ങുന്ന ഒരു കാലവും ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അന്ന് റമീള താപ്പറുടെ പുസ്തകം, കൊസാംബിയുടെ പുസ്തകം മലയാളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്ന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നല്ല പ്രയാസമാണ് മനസ്സിലാക്കാനായിട്ട്. കൊസാംബിയുടെ പുസ്തക സംഘം മലയാളത്തിൽ ഇറക്കുന്ന കാലമാണത്, മൈത്രേനെ കൂടെ ചേർന്നിട്ട്. അങ്ങനെയുള്ള വായന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള, പിന്നെ മാത്രമല്ല അന്ന് ഈ പിന്നെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഇംഗ്ലീഷ് അതൊക്കെ ആ സമയത്താണ് വായിക്കുന്നത്. ഒരു 22-23 വയസ്സാണ്. അത് മുതൽ ഏതാണ്ട് ഒരു 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ഉള്ളൊരു ഇന്ത്യ ചരിത്രമായിട്ടൊരു ഒബ്സഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ആ കവിതയുടെ ഒരു റൂട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അക്കാലത്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ കേരളം ഉടനീളം സഞ്ചരിച്ചിട്ടുള്ള മലയാള സിനിമയുടെ ഹിസ്റ്ററി ട്രേസ് ഔട്ട്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായി വരുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ സിനിമയും എന്ന ഇക്കാര്യത്തിലേ ഈ ഒരു സിനിമയിൽ സ്ഥലവും കാലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ആണല്ലോ. സിനിമയ്ക്ക് ആ സ്വഭാവമുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ സിനിമയിൽ അട്രാക്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നേരത്തെ ഡൽഹിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇതെൻ്റെ നാടല്ല എന്ന് തോന്നി എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരുപാട് കാലം ഡൽഹിയിൽ താമസിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആളും കൂടിയാണ് അൻവർക്ക്. പ്രത്യേകിച്ചും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിയിലൊക്കെ അൻവർക്ക് ഇരുന്ന് വായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാലമില്ലായിരുന്നു, പക്ഷെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ 1.5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് പോയി വന്നൊരാളുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുറത്തേക്കുള്ള യാത്രകളുടെയൊക്കെ ഒരു ഇടസ്ഥലവും കൂടിയാണല്ലോ ഡൽഹി. ഇന്ത്യയിൽ വേറെ പലയിടത്തേക്ക് പോകുമ്പോഴൊക്കെ ആയിട്ടും കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹിയിലെ വാസവും ജീവിതവും ഇത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവിനെ എങ്ങനെയൊക്കെ മാറ്റി, അതുപോലെ തന്നെ ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഒരു കേരള മലയാളം പോയിട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അതിനൊക്കെ ഡൽഹി സഹായിച്ചിട്ടുണ്ട്? ഉണ്ട്. ഞാൻ ഒരിക്കലും എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല ആ കാര്യം. അത് ഡൽഹിയിലെ ജീവിതം എന്നുള്ളത് മാത്രമല്ല, ഉണ്ടായിരുന്ന ആളുകൾ. ഒന്ന് പിന്നെ എ.ജെ. തോമസ് ഒരു പ്രസൻസാണ്. തോമസാണ് എന്നെ പല സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ ഉള്ള പല കവികളെയും പരിചയപ്പെടുന്നു. പിന്നെ സൗത്തിൽ നിന്ന് തന്നെ പോയ പ്രധാനപ്പെട്ട ശിവപ്രകാശ് ഡൽഹിയിൽ നിന്ന് എഡിറ്ററായിട്ട്, യങ് ഡൈനമിക് റൈറ്ററായിട്ട്, ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായിട്ട്. അപ്പോൾ ശിവ അക്കാലത്തെ തന്നെ വലിയ സ്കോളറാണ്. ഒരു പാൻ ഇന്ത്യൻ, ഒരു പ്രത്യേകിച്ച് മിഡീവൽ പോയട്രി, ഡിവോഷണൽ പോയട്രി, ഇന്ത്യൻ ഭക്തി പ്രസ്ഥാന കവിതകളുടെ ഇന്ത്യയിലെ പല ഭാഷകളിലും എഴുതപ്പെട്ട കവിതകളുടെ ഒരു ഓതൻറ്റിസിറ്റി കക്ഷിക്കുണ്ട്. പക്ഷേ ഒരു 5-6 ഭാഷ അറിയാം. ആ ഭാഷകളെല്ലാം നല്ല ഓതൻറ്റിക്കായിട്ട് വായിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ കന്നഡത്തിലും ഹിന്ദിയിലും ട്രാൻസ്ലേറ്റ് ചെയ്തും ബാക്കിയുള്ളത് വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാളുമായിട്ടുള്ളൊരു സൗഹൃദം മിക്കവാറും എല്ലാ ദിവസവും ആഫ്റ്റർനൂണുകളിൽ ഒരു ലൈബ്രറി ആയിരുന്നു അങ്ങനെയായിട്ടുള്ള. ഇപ്പോൾ പല കവികളും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ തെലുങ്ക് ശ്രീശ്രീ വായിച്ചിട്ട് അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതുപോലെ ഈ സൂഫി മൂവ്മെൻറ്റ്, സൂഫി ഭക്തി കവികളുടെ ഒരു വലിയ ഒരു സ്വാധീനം അക്കാലത്താണ് ഉണ്ടാകുന്നത്. അവിടുത്തെ ദർഗകളിൽ പോകേണ്ടതും ശിവയുടെ ആയിട്ടുള്ള ഡിസ്കഷൻസും, പിന്നെ ഞാനും തോമസും കൂടെ പല ദർഗകളിലൊക്കെ പോണ പരിപാടികളുണ്ട്. അങ്ങനെ ഒരു ഈ മതാതീതമായ വലിയ ഒരു ആത്മീയതയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ നടുക്ക് അതിൻ്റെ ചോര വീടൊരു സ്ഥലത്താണ് നിൽക്കുന്നുള്ളൊരു ബോധം ഡൽഹി നമ്മളിങ്ങനെ വിറപ്പിക്കുകയായിരുന്നു. ഉത്തേജിപ്പിക്കുക എന്നുള്ള വാക്കൊന്നുമില്ല, നമ്മളെ വിറപ്പിക്കുക. കേരളം പോലെ കുറച്ച് ഇങ്ങനെ മാത്രമുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ പരപ്പിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും ഡൽഹിയുടെ ഒരു അർബൻ സ്ട്രക്ചർ സ്വാധീനിച്ചിട്ടുണ്ട്, വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അക്കാലത്താണ് സച്ചിദാനന്ദൻ്റെ മിഡീവൽ കവിതകൾ പലതും എഴുതപ്പെടുന്നത് ഡൽഹി കാലത്താണ്. ഈ ആണ്ടാൾ, അക്ക മൊഴിയുന്നു, ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കവിതയുടെ മാൻസ്ക്രിപ്റ്റ് സത്യമാഷ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് പുസ്തകം റിലീസ് ചെയ്തപ്പോഴത്തേക്കും അത് ആദ്യത്തെ മാൻസ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്ന സുഗതകുമാരിയാണെന്ന് പറയുന്നത് ശരിയായിരിക്കും അത്. പക്ഷേ ഞാനെപ്പോഴും സ്വയം ഞാൻ അഭിമാനിക്കാറുള്ളത് ആദ്യ മാൻസ്ക്രിപ്റ്റ് വായിച്ച ഒരാൾ ഞാനാണ്. പക്ഷേ എനിക്കത് 2ാമതോ 3ാമതോ ആയിരിക്കും. അതേ മാൻസ്ക്രിപ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കാലങ്ങളിൽ ഞാനും സെക്രട്ടറിയുടെ മുറിയിൽ മാഷ് ഫ്രീ ആകുമ്പോൾ ചെന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചെന്നിരിക്കുമ്പോഴാണ് പുതിയ കവിത വായിക്കാമെന്ന് വേണ്ടി ആണ്ടാൾ വായിക്കുന്നത്. അത് ഞാനിപ്പോൾ മാഷെടുത്ത് ഈ മാൻസ്ക്രിപ്റ്റ് ചോദിച്ചു, എനിക്ക് തരുമെന്ന് ചോദിച്ചു കോപ്പി.
അവർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ കവിത. ആ മാൻസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലാണല്ലോ. ഓ, ആദ്യത്തെയാണോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയാണോ ഒന്നും എനിക്ക് ഓർമ്മ, പക്ഷേ ആദ്യത്തെ കോപ്പി തന്നെ ആയിരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ മിഡീവൽ പോയിട്രിയും ഭക്തി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർജിത സംസ്കാരം ഇവരൊക്കെ വഴി കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പല കവികളെയും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയോടുള്ള നമ്മുടെ നാഷണൽ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാഷയുള്ള അവർഷൻ പണ്ട് പോലെ നമുക്കെല്ലാം ഉണ്ട്, കേരളത്തിലുള്ളവർക്കെല്ലാം ഉള്ളതാണ്. അത് മാറിയിട്ട് ഹിന്ദുസ്ഥാനി കവിത വേറെ ഒന്നാണ്. അപ്പം ഞാൻ ബാബ നാഗാർജുൻ്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ വെച്ചിട്ട് ഡൽഹി താമസിക്കുമ്പോൾ. അപ്പം ബാബ നാഗാർജുൻ മൾട്ടിലിംഗൽ എന്ന് പറയാം, വലിയ ബുദ്ധിസ്റ്റ് സ്കോളറായിരുന്നു. പക്ഷേ പാലി സംസ്കൃതം അറിയായിരുന്നു. അതേസമയം അയാൾ മൈഥിലിക്കാരനാണ്, മാതൃഭാഷ മൈഥിലിയാണ്. മൈഥിലിയിലും എഴുതും, ഹിന്ദിയിലും എഴുതും. മൈഥിലിയിൽ വേറൊരു പേരിലാണ് എഴുതുന്നത്, പക്ഷേ മറന്നുപോലെ. ബാബ നാഗാർജുൻ്റെ ഹിന്ദിയിലും യാത്രി എന്നാണ് മൈഥിലി. അപ്പം മൈഥിലിയിൽ നിന്നും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മൈഥിലി അറിയാവുന്ന അക്കാഡമിയിലെ ചില ജീവനക്കാരുടെ അവരുടെ സഹായത്തോടു കൂടി ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് തന്നെ. ഹിന്ദി എനിക്ക് അത്യാവശ്യം അറിയാം, വായിക്കും. ഞാൻ വായിച്ചിട്ട് അറിഞ്ഞിടത്ത വാക്കിൻ്റെ അർത്ഥമൊക്കെ ഓരോരുത്തർക്ക് വിളിച്ചു. കേദാർനാഥ് സിംഗിനെയൊക്കെ രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ട് വാക്കിൻ്റെ അർത്ഥമൊക്കെ ചോദിക്കുമായിരുന്നു. കേദാർനാഥ് ജിയായിട്ട് എനിക്കൊന്നും ഡൽഹി വെച്ച് നല്ല പരിചയമുണ്ട്. കേദാർനാഥ് ഒരു ടെൻഷൻ സന്തോഷമാണ്. അങ്ങനെ ഏത് പാതിരാത്രി വിളിച്ചാലും ഇത്ര വയസ്സാവുന്നതിനൊക്കെ മുമ്പാണല്ലോ പറഞ്ഞു തരും. അപ്പം നാഷണൽ NTPC ജോലി നിർത്തുന്നുണ്ട്. അവനെ വിളിച്ചിട്ട് ഞാൻ കവിതകളുടെ അർത്ഥം, അവന് ഇതാണ് മൈഥിലിക്കാരനാണ്, അവൻ്റെ മാതൃഭാഷ മൈഥിലിയാണ്. അങ്ങനെ ബാബ നാഗാർജുൻ്റെ 6-7 കവിത അന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചന്തു മേനെ സപ്ന ദേഖ എന്നൊരു കവിതയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി ഇവിടെ ജയിലിൽ കിട്ട പക്ഷേ അയാൾ ഭയങ്കര ഭീകരനാണ്. ഭയങ്കര ഒരേ സമയം നമ്മുടെ കുഞ്ഞുണ്ണിയുടെയും കുഞ്ഞിരാവുന്നതിൻ്റെ ഒരു മിക്സാണ്. അങ്ങനത്തെ കവിയാണ്. അപ്പം ഞാൻ പറയാം, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സാധനത്തിലേക്ക് വരുന്നത് മാത്രമല്ല. ഏകാന്തയുടെ 50 വർഷങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. പക്ഷേ അത് എഴുതുന്നത് തന്നെ ഞാൻ ഡൽഹിക്ക് പോകാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് ആ കവിത ഞാൻ അവിടെ പലരും വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഗംഗേഷ് കുഞ്ചൻ എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിൽ വലിയ ഉദ്യോഗസ്ഥനായിരുന്ന S. ഗോപാലകൃഷ്ണൻ്റെ വലിയ സീനിയറൊക്കെ ആയിരുന്നൊരു കക്ഷിയുണ്ട്. അയാൾ നാടകൃത്തും കൂടെയാണ്. ഏകാന്തയുടെ 50 വർഷം ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കുന്നതിൽ ഒരാൾ ഗോപാലകൃഷ്ണനാണ് അവിടെ ഡൽഹിയിൽ വെച്ചിട്ട്. എൻ്റെ മാൻസ്ക്രിപ്റ്റുമായിട്ടാണ് ഡൽഹിക്ക് ചെല്ലുന്നത് ഞാൻ. അപ്പം അത് വായിച്ച് കേട്ടിട്ട് ഇങ്ങനൊരു കവിത വായിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു യുവകവി, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ഇങ്ങനൊരു കവിത എഴുതിയിട്ടുണ്ടെന്ന് ഈ ഗംഗേഷ് കുഞ്ചിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വലിയ മെൻറ്ററും ഒക്കെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കണ്ടൻറ്റ് അപ്പം കാഷ്വലി അതിൻ്റെ കണ്ടൻറ്റ് വലിയ വിചിത്രമായ കണ്ടൻറ്റാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ആ സ്വാതന്ത്ര്യം കിട്ടിയ എൻ്റെ തൊട്ട് തലേ രാത്രിയിൽ കോമയിലായിപ്പോയ ഒരാളെ കുറിച്ചിട്ടാണ് ആ കവിത എന്ന്. അപ്പോൾ ഇയാൾ അത്ഭുതത്തോടെ ഞാൻ അങ്ങനെ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഗംഗേഷ് കുഞ്ഞിന് അങ്ങനത്തെ നാടകം എഴുതിയിട്ടുണ്ട്, റേഡിയോ നാടകം. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോപാലകൃഷ്ണൻ തന്നെ ഞാൻ പറയാറില്ല എനിക്ക് എൻ്റെ കഥ. പക്ഷെ അത് മൈഥിലിയിലാണത്. ഹീസ് ഫ്രം മൈഥിലി. അപ്പോൾ കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും ബാബ നാഗാർജുൻ മരിച്ചു. ബാബ നാഗാർജുനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എന്നെ കൊണ്ട് എഴുതിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബാബ നാഗാർജുനെ കുറിച്ചൊരു ആർട്ടിക്കിളൊക്കെ അവിടെ വെച്ചത്. അങ്ങനെ ഡൽഹി പല നിലയ്ക്ക്, പിന്നെ അവിടെ ചില കശ്മീരി അഭയാർത്ഥികളായ പണ്ഡിറ്റുകളായ ചില കവികൾ, ചില നാടകക്കാരൊക്കെ. ഇപ്പം ഡൽഹി സാഹിത്യ അക്കാദമി NSD ഒക്കെ അപ്പുറമാണ്. അവിടെ ഈ ഒരു കോസ്മോപൊളിറ്റൻ എഴുത്തുകാരുടെ ഒരു ഹബ്ബ് ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ അവിടുത്തെ ലൈബ്രറി അങ്ങനത്തെയാണ്. ആദ്യമായിട്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ ലൈബ്രറികളുടെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇൻ്റർനെറ്റിൽ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട്. അന്ന് അങ്ങനത്തെ ലൈബ്രറികൾ വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷയുടെയും ചരിത്രം പഠിക്കാം സാഹിത്യ അക്കാദമി ലൈബ്രറിയിൽ നിന്ന്. അന്നാണ് ഞാനും സന്താൾ മുണ്ടാരി ആ പ്രദേശത്തിൻ്റെ ചരിത്രമൊക്കെ വായിച്ച് പഠിക്കുന്ന ആ ലൈബ്രറി ചെന്നിട്ടാണ്. അവിടുന്ന് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. ഇപ്പം സന്താളി സംസ്കാരത്തെക്കുറിച്ചുള്ള അനേകം പുസ്തകങ്ങൾ ഞാൻ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഛത്തീസ്ഗഡിൻ്റെയും സന്താൾ പർഗാനയുടെയും ചരിത്രം, ഇന്ത്യയുടെ മധ്യ ഇന്ത്യയുടെയും അല്ലെങ്കിൽ ഗംഗാ സമതലത്തിൻ്റെയും ചരിത്രം വളരെ വ്യത്യസ്തമായ ചരിത്രം അവിടെ ഉണ്ടെന്നും ബുദ്ധമതത്തിൻ്റെയും ഒക്കെ സ്വാധീനവും ഒരു ട്രൈബൽ കൾച്ചർ, കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംസ്കാരമൊക്കെ ഉള്ള ഒരു വലിയ ട്രൈബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കേരളത്തിലുള്ള വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചെറിയ വിഭാഗത്തിൻ്റെ പ്രദേശമല്ല. വലിയ ഒരു എൻറ്റിറ്റിയാണ്, ശക്തമായൊരു കൾച്ചറൽ എൻറ്റിറ്റിയാണ് ഇന്ത്യൻ നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി. ഇങ്ങനെയൊക്കെയുള്ള ബോധങ്ങൾ വരും. അപ്പോൾ അത് സ്ഥലങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മളറിയാതെ വികസിക്കുന്ന ഒരു ജൈവ പ്രക്രിയ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളിലെ കൊളോണിയലിസം ആയിരിക്കും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തത് നമ്മുടെ ഇതിലേക്ക്. അല്ലെങ്കിൽ നമ്മളെല്ലാ എഴുത്തുകാരും അങ്ങനെ പടരേണ്ടതാണ് വാസ്തവത്തിൽ.
വെസ്റ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് പടർച്ചയുണ്ട്. ഫ്രഞ്ച് ഈ യൂറോപ്പിലുള്ള പല എഴുത്തുകാരും മൾട്ടി ലിംഗ്വലാണ് അവർ. ഫ്രഞ്ച് അറിയാവുന്നതിന് സ്പാനിഷ് അറിയാവുന്നതിന് ഇറ്റാലിയൻ അറിയായിരിക്കും. ഇവർക്കെല്ലാം മൾട്ടി ലിംഗ്വൽ മൾട്ടി എത്നിക് ഐഡൻറ്റിറ്റികളുണ്ട്. ആ സാധനം നമുക്ക് കുറവാണ്. മലയാളി മോഡലാവേണ്ടതായിരുന്നു. നമുക്ക് മൾട്ടി എത്നിക്കായ ഒരു ജൈവഘടന ഉണ്ട് ശരി, തീർച്ചയായും ഇംഗ്ലണ്ട് സമൂഹത്തെ അപേക്ഷിച്ചിട്ട്. അതെ അതെ. ഇന്ന് ഈ കാലത്തോട് നമുക്ക് പങ്കുവെക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് ആണത്. ഇപ്പോൾ നമുക്ക് ഇനിയും ഈ കാര്യത്തിൽ ഒരുപാട് സംസാരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. അപ്പം എങ്കിൽ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കവിതയുടെ പേര് നടത്തിയിട്ട് ഒരുപാട് യാത്രകൾ, കൊറിയയിലേക്ക് നടത്തിയിട്ടുള്ള യാത്രകൾ, അതൊക്കെ ഒരു യാത്രാ പുസ്തകമായിട്ടൊക്കെ തന്നെ വരും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ കവിതയുടെ കൂടെ നടത്തിയിട്ടുള്ള ഒരുപാട് യാത്രകൾ, ഇപ്പോൾ കൊറിയയിലേക്കൊക്കെ പോയിട്ടുള്ള യാത്രകൾ, അതുപോലെ ഇപ്പം പാട്ടെഴുത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് കവിത എഴുതുകയും ചെയ്യുന്ന അനുഭവങ്ങൾ, ഇപ്പോൾ ലക്ഷദ്വീപിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരം കവിതകൾ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പം ഈ യാത്രയും എഴുത്തും കണ്ടുമുട്ടുന്ന ചെന്നെത്തുന്ന ഇടങ്ങളും കണ്ടുമുട്ടുന്ന മനുഷ്യരും ഒക്കെ കടന്നു വരുന്ന ഒരു കവിത ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജീവചരിത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനിയും ആ മേഖലയിൽ സംസാരിക്കുന്ന ഒരുപാടുണ്ട് എന്നിരിക്കലും അവസാനമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ കവിത തന്ന സൗഹൃദങ്ങളുണ്ടല്ലോ, ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന സൗഹൃദങ്ങളുണ്ട്. അതിലിപ്പം കൊറിയയിൽ പോയപ്പോൾ ആ യാത്രയും അവിടുത്തെ സുഹൃത്തുക്കളും കവി സുഹൃത്തുക്കളും ഒരു കൊറിയൻ സംസ്കാരം ഇന്ന് ലോകം മുഴുവൻ ബാധിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അത് വളരെ മുമ്പാണ് അൻവർക്ക് പോകുന്നത്. അപ്പം അന്ന് അവിടെ പോകുമ്പോൾ ഈ നിലക്ക് ഈ നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, ഇപ്പം അൻവർക്കയുടെ മക്കളുടെ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു, ഇപ്പോൾ എന്നെ നിർണ്ണയിച്ചു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെയൊക്കെ സുഹൃത്തുക്കളുടെയൊക്കെ പലരുടെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും അവരുടെ സംഗീത ആസ്വാദനത്തെയും എല്ലാം സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് ഇപ്പോൾ കൊറിയ രൂപപ്പെടുന്നൊക്കെ അന്ന് ആലോചിച്ചിരുന്നോ? അപ്പോൾ ആ യാത്രയെക്കുറിച്ചും അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റും വില്ലും. ജപ്പാനേക്കാളും വലിയ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ചരിത്രം ഞങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ ഒരു അർജും. അവർ ജപ്പാനായിരുന്നല്ലോ അവരുടെ കോളനി. അപ്പോൾ അവരുടെ ഭാഷ ഇപ്പം ഞാൻ തന്നെ പോയ റെസിഡൻസി പ്രോഗ്രാം ഞാൻ കൊറിയൻ സാഹിത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പണം ചിലവാക്കി ഉണ്ടാക്കിയ പ്രോജക്റ്റുകളാണ് അതെല്ലാം. അതിലാണ് ഞാൻ പോണത്. അപ്പം ആ വില്ല് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അത് ഇത്രയും സക്സസ്ഫുള്ളി ലോകം മുഴുവൻ ഗ്ലോബൽ ഇൻ്റർനെറ്റ് വഴി പടരുന്ന ഒരു വെർച്വൽ ലോകത്തിനെ മുഴുവൻ കൊളോണൈസ് ചെയ്യുന്ന ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ തുടർച്ചയായിട്ട് വളരെ പെട്ടെന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ തമിഴ് ഞാൻ അത് തന്നെ അയച്ച കത്തുകൾ എൻ്റെ സുഹൃത്തുക്കളെ മുതിർന്ന എനിക്കറിയാം വിനേന്ദ്ര സാറിനും ആറ്റൂരിനൊക്കെ കത്ത് അയച്ചിട്ടുണ്ട്. അവർക്കെല്ലാം എഴുതുമ്പോൾ ഞാൻ എഴുതുന്നൊരു കാര്യം നമ്മുടെ തമിഴ് പോലിരിക്കും. ആറ്റൂരിനൊക്കെ എഴുതിയിരുന്നു നമ്മുടെ തമിഴ് പോലിരിക്കും അവരുടെ വർത്താനം. ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ടേൺസ് ഒക്കെ ഉണ്ട് സംസാരിക്കും. അതിനൊക്കെ തമിഴിൻ്റെ ചൊവയുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഒരു ഏഷ്യാറ്റിക്കായ ഒരു സാമ്യമാണത് വാസ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റ് എന്തായാലും ഏഷ്യാറ്റിക്കായ ഒരു ക്രിയാരൂപങ്ങൾ അഞ്ചുവാഹേ എന്നൊക്കെ എൻഡുണ്ടല്ലേ അന്യാസയോ നീട്ടു. ഇങ്ങനെ ഈ നീട്ട് കുറുക്കലിലൊക്കെ ഒരു ഏഷ്യൻ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരിക്കലും വെസ്റ്റേൺ ലോകത്തിൽ നിന്ന് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു അകലമുണ്ട്. നമ്മൾ ഈ അകലം പെട്ടെന്ന് ഇല്ലാതാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഇൻ യാങ് എന്ന് പറയുന്ന കവിതയൊക്കെ വരുന്നത്. അതിൻ്റെ അകത്ത് മലയാള വളവുകളും മലയാളത്തിൻ്റെ അക്ഷരത്തിൻ്റെ വളവും അവരുടെ ചതുരവും കൂടുതലൊരു മർജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പരിചയപ്പെട്ട മനുഷ്യരെക്കുറിച്ചൊക്കെ എഴുതുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് അവിടുത്തെ കവിത എഴുതാൻ പറ്റും. പിന്നെ അവിടുത്തെ കവികളെ പരിചയപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ പ്രധാനപ്പെട്ടൊക്കെയുണ്ട്. ഷിൻ ക്യോം നിം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഫറിങ് ജയിലിൽ കിടക്കി തല്ലുകൊള്ളുകയും ചെയ്ത് അങ്ങനെയൊക്കെ ഭയങ്കര ട്രൈബൽ അവിടുത്തെ ഒരു കടമ്മറ്റാണെന്ന് പറയാം. പക്ഷെ കടമ്മനെ പോലെ കവിത കുറച്ച് ചൊല്ലത്തില്ല. പക്ഷെ വേറെ ആളുകൾ ഇയാളുടെ കവിത ചൊല്ലും. പൻസോരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ സ്റ്റൈലിസ്റ്റ് ഫോമിൽ ഉറച്ച് കഥ പറയുന്ന രീതിയാണ്. ആ രീതി പൻസോരിയുടെ പാറ്റേണിലാണ് ഇയാളുടെ ഒരുപാട് സീരീസ് ഓഫ് പോയംസ് ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ കാണുമ്പോൾ തന്നെ 90 വയസ്സ് മറ്റുമാണ്. ഭയങ്കര ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ പിന്നെ ഷിൻക്യോനിയും പിന്നെ മറ്റേ നൊസ്റ്റാൾജിയ എന്നൊരു കവിതയുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ക്യോങ് പെട്ടെന്ന് മറന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. കോവിനാണോ? കോവിനല്ല. കോവിൻ അവിടുത്തെ ഒരു വളരെ പോപ്പുലറായ ഒരു കവിയാണ്. വലിയ കവിയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാലോ, ലോകപ്രശസ്തനാണ്.
മറ്റേ ആ പേര് ഞാൻ വിട്ടുപോയി. കക്ഷി 50 വയസ്സിൽ മരിച്ചു. കൊറിയൻ വാർ കാലത്ത് ഉത്തര കൊറിയക്കാർ ഇയാൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് അല്ലെങ്കിൽ പിന്നെ മുതലാളിത്തത്തിൻ്റെ ചാരനാണെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുകയും പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. അവിടെ ഇയാൾ ഇപ്പോഴത്തെ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഇയാളുടെ ഇടതുപക്ഷ ചായ കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയ കവിയാണ്. അപ്പം അങ്ങനെ പോയതുകൊണ്ട് ദക്ഷിണ കൊറിയ നിരോധിച്ചു. ഇയാൾ റെഡാണ്, റെഡ് എന്ന് പറഞ്ഞാൽ തെറിയാണ് അവിടെ, കമ്മ്യൂണിസ്റ്റായിരുന്നു എൻ്റെ അർത്ഥം. റെഡാണെന്ന് പറഞ്ഞിട്ട് സൗത്ത് കൊറിയ അയാളുടെ കവിത നിരോധിച്ചു. ഇയാൾ സ്പൈ ആണെന്ന് പറഞ്ഞിട്ട് സൗത്തിൽ സ്പൈ ആണെന്ന് അവരും നിരോധിച്ചു. ഇയാൾ എപ്പം മരിച്ചെന്ന് ആർക്കോ, ജയിലിൽ എവിടെ കിടന്ന് എപ്പോഴും മരിച്ചു, 49-50 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. അയാളുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന ഒരു ഗംഭീരമായ കവിത പിൽക്കാലം എത്രയോ വർഷം 80കളിൽ വീണ്ടും പുറത്തു വരിക, അത് സോങ് ആവുകയും ചെറുപ്പക്കാരൊക്കെ വ്യാപകമായി ബാൻഡുകൾ പാടുന്ന പാട്ടായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കവിത ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കവിത ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്നാണ് ഈ അടുത്ത കാലത്താണ് ചെയ്തത്, ഒരു 5 കൊല്ലം. ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഞാനൊരു താളത്തിലാണ് ചെയ്തത്. എന്നിട്ട് രണ്ടാമത് ഞാൻ അതിൻ്റെ കൊറിയൻ വെർഷൻ തപ്പിയെടുത്തു, ഓഡിയോ എടുത്തു. അപ്പം ഞാൻ ചെയ്തത് ഏകദേശം ആ താളത്തിലാണ് കവിതകൾ. അതേപോലെ അങ്ങനെ കവിതയ്ക്ക് ബിയോണ്ട് അങ്ങനെ അതാണ് ഈ സ്ഥലത്തെ അതിവർത്തിക്കാനുള്ള ഒരു സ്പിരിച്വലായ കഴിവെന്ന് നീ പറഞ്ഞില്ലേ, അതുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ. അവിടുത്തെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കവിയായാലേ, അതെനിക്ക് എന്നെ വലിയ അത്ഭുതമുണ്ട്. അപ്പം അയാളുടെ ആത്മാവ് വന്ന് ജയിച്ചെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതേപോലെ അങ്ങനെയാണ് സ്ഥലകാലങ്ങളെ നമ്മൾ ലോജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും മാത്രമല്ല, ഇപ്പോൾ സത്താവാദമാണെന്നൊക്കെ പറയും ഞാൻ ഈ പറയുന്നത്, ആയിക്കോട്ടെ, പക്ഷെ മാജിക്കലായിട്ടും തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ കവിതയുടെ ദേശാന്തരങ്ങൾ താണ്ടുന്ന അതിർത്തികളെ മായ്ച്ചു കളയുന്ന ഒരു യാത്രയുടെ ചില ഓർമ്മകളാണ് നമ്മൾ പങ്കുവെച്ചത്. അതെ, വളരെ നന്ദി. താങ്ക് യു.